ബാർക്കോഴയിൽ കെ ബാബു അഴിമതി നടത്തിയത് തനിക്ക് വേണ്ടി മാത്രമോ? ടൈറ്റാനിയം അഴിമതി കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് വേഗത്തിലാകുന്നില്ല? അതോടൊപ്പം മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെട്ട 400 കോടിയുടെ കൺസ്യൂമർ ഫെഡ് അഴിമതിയുടെ സ്ഥിതി എന്ത്? അഴിമതി കഥകൾ നിറയുന്ന കേരളത്തിന്റെ നിലവിലെ രാഷ്ട്രീയ അവസ്ഥയിലേക്ക് ടൈറ്റാനിയം കേസിൽ ഉമ്മൻചാണ്ടിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് വേഗത്തിൽ നടപടികൾ പോകാത്തതെന്ത്? ബാർക്കോഴയിൽ മന്ത്രിയായിരുന്ന കെ ബാബു അഴിമതി കാട്ടിയത് തനിക്ക് വേണ്ടി മാത്രമോ? അതോടൊപ്പം അഴിമതി കേസിൽ മുങ്ങി നിൽക്കുന്ന മന്ത്രി CN ബാലകൃഷ്ണൻ അടക്കം കേരളത്തിന്റെ അഴിമതി രാഷ്ട്രീയം അത് കേരളത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ വിഷയം പരിശോധിക്കുമ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, അതോടൊപ്പം KPCC സെക്രട്ടറിയും ടൂർക്കോയുടെ പ്രധാനിയുമായ അഡ്വക്കേറ്റ് പഴകുളം മധു, BJP നേതാവ് MS കുമാർ, മാധ്യമപ്രവർത്തകൻ P രാജൻ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ചർച്ചയിൽ തത്സമയം. ബാർക്കോഴയിൽ കെ ബാബു നടത്തിയ അഴിമതി ബാബുവിന് വേണ്ടി മാത്രമോ? ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കേണ്ട പേരുകൾ വളരെ വിശദമായി തന്നെ ആരോപണങ്ങളായി കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്നുയരുമ്പോൾ അതോടൊപ്പം ടൈറ്റാനിയം കേസിൽ ഉമ്മൻചാണ്ടിയെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന VSന്റെ ആവശ്യം, കൺസ്യൂമർ ഫെഡിൽ 400 കോടി അഴിമതിക്ക് കാരണക്കാരനായി മന്ത്രി CN ബാലകൃഷ്ണൻ, തൃശൂർ വിജിലൻസ് കോടതി ഈ കേസ് ഈ മാസം അവസാനം പരിഗണിക്കുകയും ചെയ്യുന്നു. അതിന്റെ വാദഗതികൾ അവസാനത്തിലെത്തുമ്പോൾ ഈ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, ഒപ്പം അഡ്വക്കേറ്റ് പഴകുളം മധു, MS കുമാർ, P രാജൻ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, ആദ്യം അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനിലേക്ക്. ബാർക്കോഴ അതാണ് ഏറ്റവും പ്രധാനമായി നാം ചർച്ച ചെയ്യുന്നതും വരുന്ന പീപ്പിൾ TV ആണ് ആ വാർത്ത ഏറ്റവും ആദ്യമായി കൊണ്ടുവന്നതും. ഒരു മാസത്തിനിടയിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന സാഹചര്യവും അതിനോട് കൂട്ടിച്ചേർക്കേണ്ടി വരുന്ന സാഹചര്യം ടൈറ്റാനിയം കേസിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പ്രതിസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് കോ ഹൈക്കോടതിയിൽ അതുമായി നിലനിന്നിട്ടുള്ള സ്റ്റേ വെക്കേറ്റ് ചെയ്തിരിക്കുന്നു. അത് ഏതു തരത്തിലുള്ള മാനമാണ് ഇന്ന് ആ കേസിന് നൽകുന്നത്? ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വെക്കേറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഉടൻ തന്നെ ജയൻ്റെ പരാതിയിന്മേൽ എതിർകക്ഷികളായി വന്നിരിക്കുന്ന ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പ്രതിപ്പട്ടികയിൽ ചേർക്കണം എന്ന ഒരു സാങ്കേതികമായ കാര്യം മാത്രമേ വിജിലൻസിന് മുന്നിൽ ഇനിയുള്ളൂ. അവർ ചെയ്യേണ്ടത് നേരത്തെ സസ്പെക്റ്റഡ് ഓഫീസർ എന്ന നിലയ്ക്ക് SO6 എന്ന സ്റ്റാറ്റസ് മാറ്റി പ്രതിയുടെ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരണം. അദ്ദേഹത്തിന് ടൈറ്റാനിയം കേസിൽ പ്രതിയുടെ സ്ഥാനമല്ലാതെ മറ്റൊരു സ്ഥാനവും ലഭിക്കാനില്ല. അതായത് ആ കേസിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ അതിൽ ആരൊക്കെയാണ്? ഉമ്മൻചാണ്ടി ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഈ 2 പേരെയും നിലവിലെ സാഹചര്യങ്ങളും വസ്തുതകളും അനുസരിച്ചാണെങ്കിൽ ഇനി വിജിലൻസ് N ശങ്കർ റെഡ്ഡിക്ക് ചെയ്യാനുള്ളത് പ്രതി ചേർക്കുക. മറ്റു ഓപ്ഷൻസ് മുമ്പിലില്ല. കാരണം സുപ്രീം കോടതിയുടെ വിധിന്യായ പ്രകാരം ആരോപണ വിധേയനാണ് ഇവരെല്ലാവരും. വ്യക്തമായ ആരോപണമാണ് ജയൻ ഇവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ അവർക്കെതിരെ കോഗ്നിസിബിൾ ഒഫൻസ് അതിനകത്തുണ്ട്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാതിരിക്കാൻ യാതൊരു സാധ്യതയും ഇനി നിലവിലില്ല. അപ്രകാരം ചെയ്യുകയാണെങ്കിൽ വിജിലൻസ് ഡയറക്ടർക്കെതിരെയും നടപടി പോകേണ്ടി വരും. അങ്ങനെ എടുക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. ബാർ കേസും ടൈറ്റാനിയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമാനതകൾ ഇതിന് ഒരുപാടുണ്ട്, ധാരാളമുണ്ട്. ആ സമാനതകളിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതി ചേർക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ബാർക്കോഴ കേസിൽ പത്രമാധ്യമങ്ങളിലൂടെ വന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു കോൺട്രാക്ടറുടെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമുണ്ടായ കേസാണ്. ഇതിലാണെങ്കിൽ കോടതിയിൽ നിന്ന് വ്യക്തമായ ഉത്തരവുണ്ട്. CMBയിലെ 2 ആരോപണങ്ങളെയും കുറിച്ച് അന്വേഷിക്കണമെന്ന് കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷവും ആ ഉത്തരവ് നടപ്പാക്കാൻ മടിക്കുന്നു. തുടർന്ന് T ബാലകൃഷ്ണനെ കൊണ്ട് ഇവർ തന്നെ പ്രധാന പ്രതികൾ ഹർജി കൊടുക്കുന്നു ഹൈക്കോടതിയിൽ, സ്റ്റേ സമ്പാദിക്കുന്നു. അഡ്വക്കേറ്റ് ജനറലിൻ്റെയും മറ്റും സഹായത്തോടു കൂടിയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, ഇതാണ് നിലവിലെ സാഹചര്യം. സമാനതകളാണ് ഇതിനേറെ ഉള്ളതെന്ന് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറയുന്നു. അദ്ദേഹം വാദഗതികൾ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കും? ഒന്ന്, കേരളത്തിലെ എല്ലാ അഴിമതി കേസുകളും പരിശോധിച്ചാൽ അതിൻ്റെ പ്രധാനി ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണെന്ന് മനസ്സിലാക്കാം. UDF അല്ലെങ്കിൽ കോൺഗ്രസ് നയിച്ച മുന്നണികൾ നേരത്തെയും കേരളം ഭരിച്ചിട്ടുണ്ട്. അന്നൊക്കെ അഴിമതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത കടുത്ത, ഇന്ന് വരെ കേരളം കാണാത്ത രീതിയിലേക്കുള്ള കാട്ടുകൊള്ളയാണ് നടന്നത്. ടൈറ്റാനിയം അഴിമതി ഈ സർക്കാരിൻ്റെ കാലത്തല്ലെങ്കിലും ടൈറ്റാനിയം അഴിമതി കേസ് അട്ടിമറിക്കാൻ വേണ്ടി വിജിലൻസിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചതിനേറ്റ കനത്ത തിരിച്ചടിയാണ്. യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി അത്യാവശ്യം ഒരു ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ
ലെവലേശമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്താകേണ്ടതാണ്. അദ്ദേഹം ചെയ്തിട്ടില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം 2011 മാർച്ച് മാസം 27-ന് ശ്രീ KK രാമചന്ദ്രൻ്റെ വെളിപ്പെടുത്തലാണ്. അദ്ദേഹം അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. 256 കോടിയുടെ മലിനീകരണ നിവാരണ പദ്ധതി, അത് ആ പദ്ധതിയിലെടുത്തിട്ടുള്ള 120 കോടി വിറ്റുവരവുള്ള സ്ഥാപനത്തിൽ 256 കോടിയുടെ പദ്ധതി നിശ്ചയിച്ചത് എന്തിനെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. 96 മുതൽ 2001 വരെ ഭരിച്ച സഖാവ് VK നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് ദാമോദരൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതി, ചെലവ് കുറഞ്ഞ പദ്ധതിയെ അട്ടിമറിച്ചിട്ടാണ് ഈ പദ്ധതി വന്നിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പ്രധാന രേഖകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ കത്താണ്. സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ G ത്യാഗരാജന് 2005 ജനുവരി 5-ന് അയച്ച കത്ത്. ഇവിടെ മെക്കോൺ പദ്ധതിയിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് എതിർപ്പ് രേഖപ്പെടുത്തിയ സാഹചര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും 12 വൈകല്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അവ മറച്ചുവെച്ചു എന്ന് മാത്രമല്ല, വൈകല്യങ്ങൾ പരിഹരിച്ച് പദ്ധതി പുതുക്കാൻ മെക്കാണിനോട് ശ്രീ ഉമ്മൻചാണ്ടി നിർദ്ദേശങ്ങൾ നൽകിയില്ല. ഗുരുതരമായ പ്രശ്നമാണ്. ഇവിടെ പദ്ധതിയുടെ ഡീറ്റെയിൽസ് പരിശോധിച്ച് നോക്കിയാൽ ഒരു കല്ല് പോലും ഈ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടില്ലെങ്കിലും ഇവിടെ 2006 മാർച്ചിൽ ഇതിൻ്റെ എല്ലാ പണവും കൈമാറി എന്നുള്ളതാണ്. ധൃതിയിൽ പദ്ധതി അംഗീകരിച്ച് കരാർ തുകയുടെ 90% 72 കോടിക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരൊറ്റ കല്ല് പോലും ഈ പദ്ധതിയുടെ ഭാഗമായി ഇതാക്കാതെയാണ് ഇത്തരം നിലപാട് കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിൽ സബ് കോൺട്രാക്ട് എടുത്ത VA ബാഗ് എന്ന ചെന്നൈ ആസ്ഥാനമായ കമ്പനിക്ക് 32.8 കോടി രൂപ മുൻകൂറായി നൽകി. ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇതിലുള്ള വ്യഗ്രത വളരെ കൃത്യവും വ്യക്തവുമാണ്. എന്നിട്ട് അതിൻ്റെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. ഇത് ബാബുവിൻ്റെ പുതിയ കേസായാലും അത് വളരെ കൃത്യമാണ്. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് ശരിവെക്കുന്നു. ബാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് മദ്യാസക്തിയോടുള്ള കടുത്ത വിയോജിപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ജനങ്ങളോടുള്ള ആകെ താല്പര്യത്തിൻ്റെ ഭാഗമായി വരുന്നു വന്നതൊന്നുമല്ല മദ്യനയം. നമുക്കറിയാം, ചില്ലറ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള താല്പര്യമാണ്. ആ താല്പര്യമാണ്. ഇത് KM മാണിയല്ല, ബാബുവല്ല, ഇതിൻ്റെ പ്രധാനി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ശരിവെക്കുന്നു. ചെസ്റ്റ് നമ്പർ 1 KM മാണി, ചെസ്റ്റ് നമ്പർ 2 ബാബു, ചെസ്റ്റ് നമ്പർ 3 റെഡിയായി നിൽക്കുകയാണ്. ഇതുകൊണ്ട് തീരുന്നില്ല പ്രശ്നം. ഇവിടെ വിജിലൻസ് ബാബുവിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സമീപനമുണ്ട്. ആ സമീപനം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഇതിന് ഉത്തരം പറയണ്ടേ? വളരെ വ്യക്തവും കൃത്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വീടും ആസ്തിയും ശ്രീ ബാബുവിൻ്റെ പരിശോധിച്ചില്ല. എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന് കോടതി ചോദിച്ചു. ബാങ്ക് ബാലൻസ് പരിശോധിച്ചിട്ടില്ല. ബാങ്ക് ബാലൻസ് പരിശോധിക്കുന്ന കാര്യം പറയുമ്പോൾ ബിജു രമേശ് ഉന്നയിച്ച 200 കോടി ആസ്തി ഉണ്ട് എന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 199 കോടി എന്തായാലും ഉണ്ടാകും. അത് പരിശോധിച്ചിട്ടില്ല. ബാങ്ക് ബാലൻസ് പരിശോധിച്ചിട്ടില്ല. സാക്ഷി മൊഴികൾ പരിശോധിച്ചിട്ടില്ല. 100 ദിവസം കൊണ്ട് അന്വേഷിക്കേണ്ടത് വേണമെങ്കിൽ 100 കൊല്ലമാക്കി മാറ്റാമെന്ന കോടതിയുടെ പരാമർശം ഞാൻ പ്രത്യേകം ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ ചർച്ചയിൽ 10 ദിവസം കൊണ്ട് അന്വേഷിച്ച് തീർക്കേണ്ട ഒരു കേസ് നീട്ടുകയാണ്. ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. അപ്പം ഇതുപോലുള്ള നിലപാടുകൾ കൈക്കൊള്ളുന്നത് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ എല്ലാ അഴിമതികളിലും സംരക്ഷകനായി ഉമ്മൻചാണ്ടി നിൽക്കുന്നു. അതിൻ്റെ തിരക്കഥ എഴുതുന്നത് ഉമ്മൻചാണ്ടിയാണ്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാൽ അഴിമതിക്കെതിരെയുള്ള ഒരു അന്വേഷണവും കൃത്യമായി നടക്കില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പല വെളിപ്പെടുത്തലുകളും. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. ആലിബാബയും 41 കള്ളന്മാരെയും പോലെ കട്ടുമുടിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ നാടിന് ഒരു ഭാരമായി മാറുന്നു, ഒരു ബാധ്യതയായി മാറുന്നു. യെസ്, അഡ്വക്കേറ്റ് പഴകുളം മധു, ബാർ കേസ് എടുത്തു കഴിഞ്ഞാൽ, ബാർ കോഴ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ടൈറ്റാനിയം അഴിമതി എടുത്തു കഴിഞ്ഞാൽ, കൺസ്യൂമർ ഫെഡ് അഴിമതി എടുത്തു കഴിഞ്ഞാൽ, ഇതൊക്കെ കോടികളുടേതാണ് വരുന്നത്. ബാറിൻ്റെ കണക്ക് നമുക്ക് പറയേണ്ട കാര്യമില്ല. ടൈറ്റാനിയം അഴിമതി എടുത്തു കഴിഞ്ഞാൽ 165.98 കോടി. ചന്ദ്രശേഖരൻ, അതല്ലേ എൻ്റെ കറക്റ്റ് ഫിഗർ? യെസ്, അത്തരത്തിൽ കണ്ടെത്തുകയാണ്. അതോടൊപ്പം 400 കോടിയുടെ കൺസ്യൂമർ ഫെഡ്. റിയാസ് അടക്കമുള്ളവർ ഈ ആരോപണം വളരെ ശക്തമായി ഉയർത്തുമ്പോൾ പ്രതിരോധിക്കാൻ എങ്ങനെ സാധിക്കും? അതിനുള്ള ന്യായീകരണങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ നിരത്താൻ സാധിക്കും? ശ്രീ മധു. റിയാസിൻ്റെ സംസാരം കേട്ടിട്ട് ഇത്ര നല്ലൊരു പാർട്ടിയും അതിൻ്റെ ഒരു നേതാവും കേരളത്തിൽ വേറെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ധാരാളം ആരോപണങ്ങൾ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ടൈറ്റാനിയത്തെ സംബന്ധിച്ച് ടൈറ്റാനിയം കേസ് ഇന്നത്തെ ചർച്ചയ്ക്ക് എടുക്കുന്നു പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഔട്ട് ഓഫ് അജണ്ടയാണത് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്താണ്, അല്ല, അത് അനുബന്ധമായി വന്നതാണ്, ഞാനത് അംഗീകരിക്കുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് അതൊന്നും ശരിയില്ലെന്നുള്ള എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, അഴിമതി ആണ്. അഴിമതിയെക്കുറിച്ച് ആരാ പറയുന്നത്? 374 കോടി രൂപയുടെ ലാവ്ലിൻ കേസിൽ
കുറ്റപത്രം സമർപ്പിച്ച് 8ാം പ്രതിയായിരിക്കുന്ന പിണറായി വിജയനെ എഴുന്നള്ളിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് രക്തഓട്ടം മൊത്തം നിലച്ചു. യാതൊരു പ്രതീക്ഷയില്ലാതെ അദ്ദേഹത്തിന് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ കേരളത്തിലെ എല്ലാവരും അണിചേരണമെന്നാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. ബാർ കേസിൽ ശ്രീ കെ ബാബു ഇന്നലെ രാജിവെക്കുകയുണ്ടായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സാഹചര്യം മുൻപ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താ ബാർ കേസ്? കേരളത്തിലെ 730 ബാറുകൾ പൂട്ടി. ആരാ പൂട്ടിയത്? UDF ഗവൺമെൻറ്. ആർക്കാ നഷ്ടം വന്നത്? കേരളത്തിലെ ജനങ്ങൾക്കല്ല. ഇൻട്രസ്റ്റ് ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ, മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ക്ഷേമത്തെ ലക്ഷ്യമാക്കി ഗവൺമെൻറ് എടുത്ത തീരുമാനം ബാറുകളെല്ലാം പൂട്ടി. ബിവറേജസ് കോർപ്പറേഷൻ സർക്കാർ നേരിട്ട് നടന്ന സ്ഥാപനങ്ങളിൽ മദ്യവിൽപ്പന നടത്തുന്നത് ശരിയല്ലെന്നുള്ള ആരോപണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് വർഷത്തിൽ 10% വെച്ച് പൂട്ടാൻ 73 ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ പൂട്ടി. കേരളത്തിൽ ഇത്ര ശക്തമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ്, അതിലെ ശക്തനായ മന്ത്രി, അദ്ദേഹമാണ് ബാറുകൾ നഷ്ടപ്പെട്ട കോടാനുകോടിയുടെ നഷ്ടമുണ്ടായ ബാർ ഉടമകളുടെ ആരോപണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന ദുരാരോപണത്തിൻ്റെ ഇരയായി രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. ഇന്നലെ മന്ത്രി ശ്രീ കെ ബാബു രാജിവെച്ചതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന. ആ ഗൂഢാലോചന നടന്ന ദിവസം എവിടെ വെച്ച് നടന്നു, ആരുടെ വീട്ടിൽ വെച്ച് നടന്നു, ആരൊക്കെ പങ്കെടുത്തു, എന്തൊക്കെ പറഞ്ഞു, പറഞ്ഞ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന CD അദ്ദേഹം കോടതിയിൽ നൽകുകയെല്ലാം പറഞ്ഞു. ഇതിനെക്കുറിച്ചാണ് ഇന്ന് കേരളത്തിലെ CPMൻ്റെ ജാഥ നയിക്കുന്ന നേതാവ് പിണറായി വിജയനും CPM സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനും പത്രങ്ങളോടും ജനങ്ങളോടും പറയാനും ബോധ്യപ്പെടുത്താനും വെമ്പൽ കൊണ്ടത്. രണ്ടുപേർക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ നടത്തിയിട്ടുള്ളൊരു ഗൂഢാലോചന ഫലമായി കേരളത്തിലെ മദ്യ മുതലാളിമാരെ കയ്യിലെടുത്തുകൊണ്ട് UDF ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താനും തകർക്കാനുമുള്ള ശ്രമമാണ് നടത്തി വരുന്നത്. ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും കേരളത്തിൽ ജനങ്ങളാരും വിശ്വസിച്ചിട്ടില്ല. സമരങ്ങൾ പരാജയപ്പെട്ടു. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നടത്താം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് പറയുന്നത്. ഇത് നിന്നോട് ഇപ്പോൾ ടൈറ്റാനിക് കേസ് ഉണ്ടാണെങ്കിലും ഒറ്റ കാര്യം മാത്രം അതേക്കുറിച്ച് ഞാൻ പറയാം. ഞാനത് ദീർഘമായ ചർച്ചയ്ക്കാണ് ഞാനത് ആഗ്രഹിക്കും. കാരണം ഇതൊക്കെ പറഞ്ഞാൽ കോടതി പറയട്ടെ, ഏത് കോടതിയും പറയട്ടെ, കോടതി പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാണ്. ടൈറ്റാനിക് കേസ് ഒറ്റ കാര്യം, ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തല ആ കേസിൽ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ KPCC പ്രസിഡൻ്റായിരുന്ന കാലത്ത് അദ്ദേഹം ഇടപെട്ടു എന്നാണ് ആരോപണം. സത്യത്തിൽ അന്ന് അദ്ദേഹം KPCC പ്രസിഡൻ്റ് ആയിരുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഈ കേസിലെ ഇവർ പറയുന്ന ആരോപണം പറയുന്ന ഒരാൾ KPCC പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് രമേശ് ചെന്നിത്തലയുടെ മുമ്പിൽ വരാത്തൊരു അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു കാര്യത്തിലും ബന്ധപ്പെടുന്നില്ല. ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ പുകമറ സൃഷ്ടിക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഇവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കെതിരായി ഒന്നും പറയാനില്ല. കോടിയേരി എന്തു പറയുന്നു ഗൂഢാലോചന സംബന്ധിച്ച്? പിണറായി ലാവൽ കേസിലെ 8ാം പ്രതിസ്ഥാനം എന്തു പറയുന്നു? കതിരൂർ മനോജിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് CBI കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ നാണമില്ലാതെ ഒളിവിൽ പോയ പാർട്ടി സെക്രട്ടറിക്ക് എന്ത് പറയാനുണ്ട്? ഇതൊക്കെയാണ് ഇന്ന് നമ്മളെല്ലാം ആലോചിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ പഴകുളം മധു, ഈ ഗൂഢാലോചന നമ്മളിപ്പോൾ മറ്റ് അക്രമ സംഭവങ്ങൾ അതിനപ്പുറത്തേക്ക് കേരളം ഉറ്റുനോക്കുന്ന അഴിമതിയിലേക്കാണ് വിഷയങ്ങൾ ചൂണ്ടിവരുന്നത്. അത് സ്പെസിഫിഡ് ആണ്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിസഭയുടെ 2 മന്ത്രിമാർക്ക് ഒരു വർഷത്തിനിടയിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരിക. ആരോപണം ഉയർന്ന ദിവസത്തിന്റെ ഏറ്റവും പുതിയ ദിവസം ധാർമ്മികത ഉയർത്തി രാജിവെച്ചവരല്ല ഇവർ. കോടതിയുടെ പരാമർശം വരെ കടിച്ചു തൂങ്ങുന്നു എന്ന് വളരെ ശക്തമായ വിമർശനം നേരിടുകയും കോടതി പരാമർശത്തിന് ശേഷം രാജിവെക്കേണ്ടിയും വരിക. ഗൂഢാലോചന അടക്കം പറയുമ്പോൾ കഴിഞ്ഞ ആരോപണം ഉയർന്ന് കെ മാണി രാജിവെച്ചൊരു സാഹചര്യം, അതിനുശേഷം കെ ബാബു രാജിവെച്ചൊരു സാഹചര്യം. ഈ ഗൂഢാലോചന അടക്കമുള്ള ആരോപണങ്ങൾ എന്തുകൊണ്ട് കോടതിയുടെയോ അന്വേഷണ സംഘത്തിന് മുന്നിലോ കൊണ്ടുവന്നില്ല എന്ന ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ആ ഉത്തരം താങ്കളിലേക്ക് കേരളത്തിലെ ചരിത്രത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിത വ്യക്തികളോട് ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ടെലിവിഷൻ വാർത്ത കേട്ട് അല്ല കോടതി വിധി കണ്ടല്ല, ഈ കോടതി വിധി തന്നെ ഞാൻ പരിശോധിച്ചു, ഈ വിധിക്കകത്ത് ഒന്നുമില്ല. കോടതിക്ക് ഇങ്ങനെ പറയാമോ? കോടതിക്ക് എന്ന വാക്ക് പറയാമോ? അതിലൊന്നും ഞാൻ പോകുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര അന്തസ്സോടെ എനിക്കെതിരെ ഒരു പരാമർശമുണ്ടായാൽ രാജിവെക്കുമെന്ന് നിയമസഭയ്ക്കകത്തും പത്രസമ്മേളനത്തിലും പറഞ്ഞ കെ ബാബു അദ്ദേഹത്തിന്റെ നിലപാട് ശക്തമായി അത് സ്ഥാപിച്ചെടുത്തിരിക്കുന്നു. കേരളത്തിൽ കെ ബാബുവിനെ പോലെ ഇങ്ങനെ ഒന്നിനും ഒരു ധാർമ്മികതയുള്ള തൊടുന്യായം പറയാതെ രാജിവെച്ച ഒരു മന്ത്രിയും കേരള ചരിത്രത്തിലില്ല. പഴകുളം മധു, MS കുമാർ അത്തരത്തിലാണോ? കെ ബാബുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, KM മാണിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇവരൊക്കെ ആദർശത്തിന്റെ ഒരു പരമമായ സത്യങ്ങളായി, ദൈവങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു.
നിലനിൽക്കുന്ന സംഭവങ്ങളാണോ ബാർക്കോഴയിൽ ഇന്നലത്തെ കെ ബാബുവിൻ്റെ രാജിയുടെ നിമിഷം വരെ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയല്ലേ ശ്രീ പഴകുളം മധുവിനും പറയാൻ സാധിക്കൂ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര നാണം കെട്ട് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്ന മന്ത്രിമാരുണ്ടായിട്ടില്ല. ഇവരുടെ തന്നെ പാർട്ടിയിലെ കെ പി വിശ്വനാഥനടക്കം കെ രാമേന്ദ്രൻ മാഷടക്കം പലരും എം പി ഗംഗാധരനടക്കം പലരും രാജിവെച്ചിട്ടുണ്ട്, കരുണാകരനടക്കം. പക്ഷെ അവരാരും ഇത്രയും മോശമായ പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങിപ്പോയവരല്ല. മറ്റ് അഴിമതി ആരോപണങ്ങൾ പോലെയല്ല ശ്രീ കെ എം മാണിക്കും ശ്രീ കെ ബാബുവിനെതിരുണ്ടായ ആരോപണങ്ങൾ 2 വർഷമായി കൊടുത്തതെന്ന് പറയുന്ന ഒരാൾ എല്ലാ ചാനലുകളിലും പോയിരുന്നുണ്ട്. ഞാൻ കൊണ്ട് കൊടുത്തു, അവർ വാങ്ങിച്ചു, ഇത്ര ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൊടുത്തോ വാങ്ങിച്ചോ എന്നുള്ള കാര്യം വേറെ. നിരന്തരമായി ചാനലുകളിൽ കൂടി ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ഈ ഒരു ആരോപണം കേൾപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഈ മന്ത്രിമാർ എന്ത് ചെയ്തു? സ്വയം അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും മാനനഷ്ട കേസ് കൊടുത്തോ? ഞങ്ങൾക്കെതിരെ ഇങ്ങനെ നിരന്തരം ആരോപണം വരുന്നത് ശരിയല്ല, തെറ്റാണ്, അങ്ങനെ പോയില്ലല്ലോ. ഇവരെന്തുകൊണ്ട് അന്വേഷണം ഈ കൊടുത്തത് വാങ്ങിച്ചതുപോലെ തന്നെയാണ് കൈക്കൂലി കൊടുക്കുന്നതും തെറ്റാണ്. ബിജു രമേശിനെതിരെ കേസെടുത്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ചുമ്മാ പത്രങ്ങളിൽ നിഷേധിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾ വലിയ ആദർശവാന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ശ്രീ മധു പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ വലിയ നയമാണ് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനാണ് അവർ ഈ ബാറുകളൊക്കെ പൂട്ടിയത്. ഏത് ജനങ്ങളെ രക്ഷിക്കാനാണ് അവരെ ബാറ് പൂട്ടിയത്? കോൺഗ്രസിനകത്ത് ആരാണ് കൂടുതൽ ആദർശവാനെന്ന് തെളിയിക്കാനുള്ള സുധീരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും തമ്മിലടിയായിരുന്നല്ലോ അത്. അതിലല്ലേ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ സർക്കാരിനെതിരെ ഏത് ആരോപണം വന്നാലും ഇപ്പോൾ ശ്രീ എൻ ബാലകൃഷ്ണൻ്റെ ഒരു ആരോപണം പറഞ്ഞല്ലോ, അതടക്കം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. അതാണ് സാഹചര്യം. ആരോപണം അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ മന്ത്രിസഭയുടെ ഒരു തലയിലെഴുത്ത്, ഈ മന്ത്രിസഭയ്ക്കെതിരെ വരുന്ന ഏത് ആരോപണവും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിലായിട്ടുണ്ട്. അതിന് കാരണക്കാരാണ് ഇവർ. ഈ അഴിമതി ആരോപണം ഉണ്ടായി. ഇപ്പം ശ്രീ മധു പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അഴിമതി ആരോപണം ഉയർന്ന ഉടൻ ഈ മാണിയോ കെ എം ബാബുവോ രാജിവെച്ചിട്ട് ഒരു അന്വേഷണത്തെ നേരിട്ടിരുന്നെങ്കിൽ ശരി, നിങ്ങൾ പറയുന്ന ധാർമ്മികതയും അന്തസ്സും ഒക്കെ അതിനകത്തുണ്ടെന്ന് പറയാമായിരുന്നു. ഇതങ്ങനൊന്നുമല്ല. കോടതി ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇനി ഇതൊരു 100 വർഷം, കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ 100 വർഷം വിജിലൻസ് അന്വേഷിച്ചാൽ ഈ കേസ് തെളിയും തോന്നുന്നുണ്ടോ? എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? കാരണം ഈ മന്ത്രിമാരുടെ വീടുകൾ റെയ്ഡ് ചെയ്യണം, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം, ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കണം. കെ ബാബുവും കെ എം മാണിയും മന്ത്രിമാരായിരിക്കുമ്പോൾ ഇത് വല്ലതും കേരളത്തിലെ വിജിലൻസിന് സാധിക്കുമോ? ഇപ്പോൾ ശ്രീ സി എൻ ബാലകൃഷ്ണന് അങ്ങനെ വേണ്ടി വന്നാൽ ഒരു അന്വേഷണം നടത്താൻ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുമോ? അഴിമതി അവസാനിപ്പിക്കണമെന്നവർക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം. ഈ മന്ത്രിമാരെ വീടുകളിൽ കടന്നു ചെല്ലാനും അവരെ ചോദ്യം ചെയ്യാനും ബാങ്ക് ലോക്കറും അവരുടെ സ്വത്തും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം പരിശോധിക്കാനും അവകാശമുള്ള, അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അധികാരികളെ ഏൽപ്പിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. യെസ്, പഴകുളം മധു അതാണ് ആദർശമെന്ന് പഴകുളം മധു അടക്കമുള്ളവർ പറയുമ്പോൾ കോൺഗ്രസിനെ തന്നെ ആ ബഹുമാനത്തോടു കൂടി തന്നെയാണ് MS കുമാർ സംസാരിച്ചത്. നേതാക്കൾക്ക് അദ്ദേഹം പേരുകൾ ചൂണ്ടിക്കാട്ടി ഞാൻ ആവർത്തിക്കേണ്ടതില്ല. അവരുടെ രാജിക്കും അവരുടെ നിലപാടുകൾക്കുമുള്ള ഒരു സംശുദ്ധത ആ നേതാക്കളെ പരിഹാസ്യരാക്കുന്നു ഈ നിലവിലെ ഈ അവസ്ഥ. അതിനെ ന്യായീകരിക്കേണ്ടി വരുമ്പോൾ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. BJPക്കും CPM നല്ല കാര്യമാണ് ഇതൊക്കെ പറയുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് നമുക്ക് സംസാരിക്കാം. ഫോക്കസ് ചെയ്യൂ, കൃത്യമാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ശ്രീ കെ എം മാണിക്കെതിരായിട്ടുള്ള ആരോപണം ഉണ്ടായി. ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചില്ല, സത്യമാണ്. ആരോപണത്തിന് അദ്ദേഹത്തിൻ്റെ നിലപാട് ഉണ്ടായിരുന്നു, അദ്ദേഹം കാത്തിരുന്നു. അവസാനം കോടതിയിൽ പരാമർശമുണ്ടായപ്പോൾ രാജിവെച്ചു. ശ്രീ കെ ബാബു, അന്ന് കെ ബാബു രാജിവെക്കണമെന്ന് നിയമസഭയിൽ ആവശ്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കോടതി പരാമർശമാണ്, ഏതെങ്കിലും പരാമർശമുണ്ടായാൽ വിശ്വസിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ആരോപണം വന്നാൽ അതില്ലാതെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മധു, ഈ പുറത്തുയരുന്ന ഈ ആരോപണങ്ങൾ കോടതിയുടെ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിലേക്ക് വരുമ്പോൾ, തെളിവിന്റെ എന്തെങ്കിലും അംശങ്ങൾ വരികയും കോടതി പരാമർശിക്കുകയും ചെയ്യുമ്പോൾ ഈ ആരോപണങ്ങൾ സത്യസന്ധമാകുന്നു. അങ്ങനെയല്ല. ഞങ്ങൾ നീതിന്യായ പീഠങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. CPM-നെ പോലെ ഒരു കോടതി വിധി വരുമ്പോൾ കതിരൂർ മനോജിനെതിരായിട്ടുള്ള അദ്ദേഹത്തെ വധിച്ച കേസുമായി ബന്ധപ്പെട്ട് ജയരാജിനെതിരായിട്ടുള്ള CBI കുറ്റപത്രം വന്നപ്പോൾ CBI എതിരായി. എന്നാൽ CBI ഇപ്പോൾ ഉമ്മൻചാണ്ടി പിടിക്കാൻ തീരുമാനിച്ച CBI അവർക്ക് ഇഷ്ടമാണ്. ഈ നയമല്ല ഞങ്ങൾ. പിന്നെ പ്രതിവ് ചോദിച്ചതിന് ഞാൻ ഉത്തരം പറയാം. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീ കെ ബാബുവിനെതിരായി ഒരു പരാമർശമേ ഉണ്ടായിട്ടുള്ളൂ. എന്താ ഞാൻ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചു. ബഹുമാന അഭിഭാഷകർ ശ്രീ P. രാജ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ ഉണ്ട്, അഭിഭാഷകരുണ്ട്. ആ ജഡ്ജ്മെന്റിനകത്ത് ഈ പറയുന്ന ഒരു പരാമർശമില്ല. ജഡ്ജ്മെന്റിനകത്ത് ആ പരാമർശം വേണ്ടേ? ഇല്ല, ഞാൻ ജഡ്ജ്മെന്റ് കാണിച്ചു തരാം. അല്ല, കോടതിക്ക് പറയാമോ പറയില്ലെന്നുള്ളതല്ല. കോടതി പരാമർശങ്ങളെ മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെ മാനിക്കുന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയും രാജിവെക്കണം.
Yes. കാരണം ഗാന്ധീവം നഷ്ടപ്പെട്ട അർജുനെ പോലെയാണോ ഈ നാട്ടിലെ വിജിലൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിജിലൻസ് മന്ത്രിയാക്കിയിരിക്കുന്നു നിങ്ങൾ വിജിലൻസിനെ, നിങ്ങൾ വരിഞ്ഞ് കെട്ടിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരു കോടതി ഓപ്പൺ കോർട്ടിൽ ചോദിക്കാൻ സാധിക്കും? ഒരു കേസിലെ കുറ്റപത്രം സമർപ്പിക്കാൻ 30 ദിവസം സാവകാശം ചോദിച്ച ഉദ്യോഗസ്ഥരോട് ഗാന്ധീവം നഷ്ടപ്പെട്ട ചോദിക്കാമെന്നുള്ളതും വസ്തുതയാണ്. അതായത് ജനുവരി 23-നകം റിപ്പോർട്ട് നൽകണമെന്ന് ഡിസംബർ 9-ന് അത്തരം കാര്യങ്ങളും പരിശോധിക്കണം. പഴകുളം മധു, ജനുവരി 23-നകം ബാബുവിനെതിരായിട്ടുള്ള റിപ്പോർട്ട് നൽകണമെന്ന് കോടതി ഉത്തരവിടുന്നത് ഡിസംബർ 9-ന്. ആ ഡിസംബർ 9-ന് ശേഷം ജനുവരി 23-ലേക്ക് വരുന്നു. ജനുവരി 23-ലും വിജിലൻസ് സമയം ചോദിക്കുകയാണ്. ഇനിയും ഞങ്ങൾക്ക് സമയം വേണം. കോടതി ചോദിക്കുന്നു, നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ഒരു മൊഴി മാത്രം എടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കോടതി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? പി രാജൻ, ഇതാണ് അതിന്റെ വസ്തുത. എത്ര ന്യായീകരിക്കപ്പെട്ടാലും ഒരു കോടതിക്ക് ഈ സന്ദർഭത്തിൽ ഇതിനപ്പുറം എന്ത് പറയാൻ കഴിയും? ഈ ജുഡീഷ്യൽ ആക്ടിവിസത്തെ നാം എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ടോ? പി രാജൻ. ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല ഇവിടെ സത്യസന്ധമായി അഴിമതി കേസുകൾ അന്വേഷിക്കാനുള്ള ഒരു സ്വതന്ത്ര സംവിധാനം ഇല്ല. ഈ സ്വതന്ത്ര സംവിധാനം വേണം എന്ന് പറഞ്ഞ് നിരവധി പോലീസ് കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട്. അതൊന്നും നടപ്പാക്കണമെന്ന് ഒരു രാഷ്ട്രീയ കക്ഷിക്കും ആത്മാർത്ഥതയില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആരും പറയാത്ത ഈ ലോക്പാൽ ബില്ല് കഴിഞ്ഞ ജനുവരി 2014 നിലവിൽ വന്ന് ലോക്പാൽ ഇതുവരെ നിയമിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയിട്ട് ആളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിന് സമാനമായി കേരളത്തിലും ഒരു ലോകായുക്ത നിയമം, ഇപ്പോഴത്തെ ലോകായുക്ത നിയമമല്ല, അത് യാതൊരു അധികാരമില്ലാത്ത സ്വതന്ത്രമായ അന്വേഷണ ഏജൻസി ഒന്നും അല്ല. അത് ലോകായുക്തയോ സമാനമായി അതിൽ ലോകപാൽ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ലോകായുക്ത നിയമം വരികയും സ്വതന്ത്രമായ അന്വേഷണ ഏജൻസി അതിൻ്റെ കീഴിൽ വരികയും ചെയ്യണം എന്ന ഒരവസ്ഥ ഇല്ലാത്തടത്തോളം കാലം പരസ്പരം ആരോപണം തുടർന്നുകൊണ്ടേയിരിക്കും. ആരും അതിൽ മെച്ചം പറയേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിന് ഈ ടൈറ്റാനിയം കേസ് അന്വേഷിക്കാമായിരുന്നല്ലോ. ടൈറ്റാനിയം കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അതൊന്നും ചെയ്യാതെ അങ്ങോട്ട് പോവല്ലേ. സർക്കാരിന് നഷ്ടം വന്ന കേസുകളിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ ലാവ്ലിൻ കേസും സർക്കാരിന് നഷ്ടം വന്ന കേസ് തന്നെയാണ് അന്വേഷണം നടത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് പക്ഷപാതപരമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരില്ല. അല്ലെങ്കിൽ കേവലം രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം നടത്തും എന്നതിൽ തർക്കമില്ല. എന്തിനാണത് പറയുന്നത്? ഇപ്പോഴത്തെ മുന്നണിയിൽ കക്ഷിയായ ആളുകൾക്കെതിരായി എഴുതിക്കൊടുത്ത് ആരോപണം ഉന്നയിച്ച് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് പിന്നീട് അന്വേഷിക്കണമെന്ന് പോലും ഈ നിയമസഭയിൽ ഇവർ പറഞ്ഞിട്ടില്ല. കാരണം ആ കക്ഷിയെ ഇപ്പുറത്തേക്ക് ആകർഷിക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ഈ കാര്യത്തിൽ? നിയമസഭയിൽ പറഞ്ഞിട്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തലാണ്. പി രാജൻ, ആ ചോദ്യം താങ്കൾ ചോദിക്കുമ്പോൾ മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷത്തിന് നേരെയും ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പി രാജനെ പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുകയാണ്. അല്ല, എല്ലാം കണക്കാണെന്ന് വരുത്തി തീർക്കുന്നവരുടെ ലക്ഷ്യം ചക്കരക്കുടത്ത് കൈയിട്ട് വരുന്നവരെ സംരക്ഷിക്കുക എന്നുള്ള, അതിനൊക്കെ അത്രയും ഉത്തരം പറയാനുള്ളൂ. കേരളത്തിലെ ഈ മന്ത്രിസഭയും 2006 മുതൽ 2011 വരെ ഭരിച്ച ഞങ്ങളുടെ മന്ത്രിസഭയും അഴിമതിയുടെ കാര്യത്തിൽ ഒരുപോലെയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ അടിയന്തരമായി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സക്ക് വിടണമെന്ന് ജനത്തിനറിയാം. അതാരെങ്കിലും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. സ്വയം ഞാൻ അങ്ങനെയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഒരാളും ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഇടയിൽ കയറി പറഞ്ഞിട്ടുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ജനങ്ങൾ പറയുക അടിയന്തരമായി മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് വിടണമെന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും ഈ ചർച്ചയിലുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇതിൽ പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞല്ലോ 1-2 കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടണം. ജനങ്ങൾക്കുള്ള സംശയമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ലളിതകുമാരി കേസിൻ്റെ അട്ടിമറി വന്നു? QV 45 ദിവസത്തിനുള്ളിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നത്. ഇവിടെ വിജിലൻസ് മാനുവലിൽ പറയാത്ത രീതിയിലുള്ള അന്വേഷണം കൊണ്ടുവരുന്നു. QV നടത്തുന്നില്ല. യഥാർത്ഥത്തിൽ ഇരട്ട നീതിയാണ്. KM മാണിയുടെ കാര്യത്തിലൊരു സമീപനം. യഥാർത്ഥത്തിൽ KM മാണി പണം വാങ്ങിയെന്നുള്ളത് ഹിയർസേ മാത്രമാണ്. ഇത് നേരിട്ട് പണം കൊടുത്തയാൾ പറയുന്നു. ഇവിടെ പ്രധാനമായും പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഈ നേരത്തെ നിങ്ങളിവിടെ സൂചിപ്പിച്ച വ്യക്തമായ സാക്ഷിമൊഴികൾ ഉണ്ടായിട്ടും ബാബുവിനെതിരെ കേസ് എന്തുകൊണ്ട് എടുത്തിട്ടില്ല? മറ്റൊന്ന്, ആദർശ ധീരനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വന്ന ഏറ്റവും വലിയ ആരോപണം എന്താ?
അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവര അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയോ അതും കൂടി ഒന്ന് പറയണ്ടേ. എനിക്ക് ഇത്ര സ്വത്തുണ്ട്, ഞാനിതാ മന്ത്രിസ്ഥാനം ഒഴിയാൻ വേണ്ടി പോവുകയാണ്, എൻ്റെ ബാങ്ക് ബാലൻസ് ഇത്രേ എന്നും കൂടി പറയണ്ടേ. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് എറണാകുളത്തെ ജനങ്ങൾക്കറിയാം, നാട്ടിലാകെ സംസാരമാണ്. നന്നായി കക്കുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ആളുകൾ, അതിന് എതിരെ സമരം ചെയ്യുന്നവരും അഴിമതിക്കെതിരെ പോരാടുന്നവരും അതിൻ്റെ ഭാഗമായി ജയിലിൽ കിടക്കുന്നവരും തല്ലുകൊള്ളുന്നവരും ഒക്കെ ഒരുപോലെയാണ്. ഇവരും അവരും കണക്കാണെന്ന് പറയുന്ന ചില ആളുകളും. ഈ തന്ത്രമൊക്കെ ജനങ്ങൾക്കറിയാം. ജനം ഇപ്പോൾ കാണുന്നത് എന്താ? കുറച്ച് മാണിക്ക് കിട്ടി, അതിലധികം ബാബുവിനിട്ട്, ബാക്കി പിരിച്ച 27 കോടിയിലെ ബാക്കി എവിടെ? അത് ഏത് മന്ത്രിയുടെ കയ്യിൽ? മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടോ? ഇദ്ദേഹം ഇവിടെ CD കുറിച്ച് പറഞ്ഞ ആ CD അദ്ദേഹത്തിൻ്റെ 2 നേതാക്കന്മാരുടെ പേരുണ്ട്. ഒരു CD കഥ പറഞ്ഞല്ലോ, ശിവകുമാർ, രമേശ് ചെന്നിത്തല, ഇവർക്ക് പണം കൊടുത്തതും ആ CD പറയുന്നുണ്ട്. അപ്പോൾ CD നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ CD പറഞ്ഞ് ഈ 2 മന്ത്രിമാർക്കും പണം കൊടുത്ത പണം എത്രേ? അപ്പോൾ ബാക്കി ആരൊക്കെ വീതിച്ചു? ഇതാണ് ചോദ്യം. പിന്നെ ഏതെങ്കിലും MLA വീട്ടിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഭരിക്കുന്നവരാണല്ലോ, ഒരുപാട് സമയം ഉണ്ടായിരുന്നല്ലോ, ഈ സമയത്ത് ഇതൊക്കെ പറയാമായിരുന്നല്ലോ. ഇപ്പം പെട്ടെന്നൊരു വർത്തമാനം, ശിവൻകുട്ടിയുടെ പേരും അതുപോലെ തന്നെ CPM-ൻ്റെ ഒരു ഉന്നത നേതാവുണ്ടെന്നുള്ള പേരും ചാനൽ ചർച്ചകളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആളുകൾ പറയുന്ന, ബാബുവിൻ്റെ സ്വന്തക്കാർ പറയുന്നതാണ്, ഒരുപാട് നേതാക്കന്മാർ പറയുന്നത്. അപ്പോൾ ഒരു പുതിയ സംഭവമൊന്നുമല്ല. ഇവിടെ വിഷയം ഇതിനകത്ത് വ്യക്തവും കൃത്യവുമായി അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റു പല കാര്യത്തിലുമില്ല. സുധീരൻ്റെ ജാഥ ലക്ഷ്യം കാണുന്നു, കേരള രക്ഷാ മാർച്ച് അതിപ്പോൾ ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ രക്ഷിക്കുന്നു. മന്ത്രിമാർ ഈ ജാഥ കഴിയുമ്പോൾ എത്ര ആളെണ്ണം മന്ത്രിമാർ മുൻ മന്ത്രിമാരായി മാറുമെന്ന് കാണാൻ പോകുന്ന പൂരമാണ്. യെസ്, ഇത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായ ചോദ്യങ്ങളായി വരുമ്പോൾ ഈ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പുതുതായി ഉയരുന്ന അഴിമതി ആരോപണങ്ങളുടെ പ്രസക്തി, അതിന് ഏതു തരത്തിൽ ന്യായീകരണം കണ്ടെത്താൻ സാധിക്കും? യെസ്, ടൈറ്റാനിയം കേസിൽ ഉമ്മൻചാണ്ടിയെ 1-ാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം വളരെ ശക്തമാകുമ്പോൾ ബാബുവിന് വേണ്ടി മാത്രമല്ല അഴിമതി ചെയ്തത് എന്ന വിമർശനവും ശക്തമാകുന്നു. പഴകുളം മധുവിലേക്ക്, അഡ്വക്കേറ്റ് പഴകുളം മധു, എത്ര MS കുമാർ ചൂണ്ടിക്കാണിക്കുന്നതായി കഴിഞ്ഞാലും റിയാസ് ചൂണ്ടിക്കാണിക്കുന്നതായി കഴിഞ്ഞാലും അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ വസ്തുതകളടക്കം കാണിക്കുന്നതായി കഴിഞ്ഞാലും എത്രമാത്രം അപഹാസ്യമായിട്ടാണ് പോകേണ്ട ഒരു നേതൃത്വം സംസ്ഥാനത്ത് കോൺഗ്രസിനെ ഭരിക്കുന്നത്? ആത്മാർത്ഥമായിട്ടുള്ള കോൺഗ്രസ്സുകാർ തന്നെ ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടതല്ലേ മധു? ഇതൊക്കെ വെറുതെ വർത്തമാനം പറഞ്ഞ് നമ്മൾ അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന പോലെയാണ്. സത്യത്തിൽ എന്താണ് വസ്തുത? ഈ ഗവൺമെൻറ് ഡേ 1 തൊട്ട് തുടങ്ങിയതല്ലേ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, മന്ത്രിമാർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ ഈ ആരോപണങ്ങൾ എവിടെയാണ് വന്ന് എത്തി നിൽക്കുന്നത്? ബാറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ്. ബാറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് കോടി രൂപ വ്യവസായം നടത്തി ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഏറ്റുപിടിക്കാൻ ആദ്യം CPM ധൈര്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് അവർ ഏറ്റുപിടിച്ചു. എന്താ കാര്യം? ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ മറ്റൊരു മാർഗം കാണുന്നില്ല. അപ്പോൾ ഒരു വജ്രായുധം കിട്ടിയതുപോലെ അവർ ഏറ്റെടുത്ത് ബാറെങ്കിൽ ബാറ്, ബിജു രമേശെങ്കിൽ ബിജു രമേശ് അദ്ദേഹത്തെ കൂടെ കൂട്ടാമെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, CPM-ന് ഈ കാര്യത്തിൽ, അല്ല BJP-ക്ക് ഈ കാര്യത്തിൽ, BJP-യുടെ ഞാൻ വിടുന്നു, CPM-ന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥത്തെല്ലെങ്കിലും ഉണ്ടെങ്കിൽ UDF സർക്കാർ നടപടി സ്വീകരിച്ച 730 ബാറുകൾ പൂട്ടിയ തീരുമാനത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ്? അവർ അധികാരത്തിൽ വന്നാൽ ഈ ബാറുകൾ വീണ്ടും തുറക്കുമോ അതോ അടച്ചിടുമോ? ബിവറേജ് കോർപ്പറേഷൻ വർഷം 10% കുറയ്ക്കും എന്ന് പറഞ്ഞ തീരുമാനം അവർ സ്വീകരിക്കുമോ? അവർ ബാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ CPM-ൻ്റെ നിലപാട് പോലും ഇതുവരെ വ്യക്തമാക്കുന്നതിന് കാരണം എന്താ? അവർക്ക് മുതലാളിമാരുടെ സഹായം വേണം, അവരുടെ പണം വേണം, അവരുടെ പിന്തുണ വേണം, അവരുടെ ആരോപണം വേണം. ഇവിടെ എന്താ പറഞ്ഞത്? കെ ബാബു പറഞ്ഞത്, കോടിയേരി ബാലകൃഷ്ണൻ ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ കുറേ മന്ത്രിമാരുടെ പേരുടെ പറ, എങ്കിലേ ഇത് ചൂടാകൂ, എങ്കിലേ സർക്കാർ രാജിവെക്കൂ, എന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ബാർ പൂട്ടുമോ ഇല്ല അപ്പം പറ. ഇതൊക്കെ സത്യം. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൽ സത്യമുണ്ട്. ഇത് എവരിതിനെ പിന്തുണയ്ക്കുന്നു, ഒരു ഗൂഢാലോചന പിന്നിലുണ്ട് എന്ന് കെ ബാബു പറഞ്ഞത് 100% ശരിയാണ്. CPM ഇപ്പോൾ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. കോടിയേരിക്കെതിരായിട്ടുള്ള ആരോപണത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഈ പിണറായി വിജയനെതിരായിട്ടുള്ള ഉണ്ടായ ആരോപണം അവരുടെ നേതാവ് തന്നെ, ജാഥ ക്യാപ്റ്റൻ തന്നെ അച്യുതാനന്ദൻ അടങ്ങിയിരിക്കുകയാണ്. ആ അച്യുതാനന്ദൻ ഒന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള എല്ലാ അവസരവും നോക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ ജാഥ വരുന്നതിന് മുമ്പായി ഒരു പരാമർശം അദ്ദേഹത്തിനെതിരെ ഉണ്ടായാൽ അദ്ദേഹം രാജിവെക്കില്ല. പാർട്ടി സെക്രട്ടറി സ്ഥാനമോ അല്ലെങ്കിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനമോ. ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനം ഒരു അഴിമതി കേസിലെ 8-ാം പ്രതിയായ ആൾക്ക് രാജിവെക്കണ്ടേ? ആ സ്ഥാനം ചെറിയ സ്ഥാനമാണോ?
ലക്ഷക്കണക്കിന് പാർട്ടി സാധാരണ പ്രവർത്തകന്മാർ ഉള്ള CPM പോലെ ഒരു പാർട്ടിയുടെ വലിയ സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ഈ വലിയ ആരോപണം, ഈ പ്രതിസ്ഥാനം അവർക്കൊന്നുമല്ലേ എന്നുള്ള അവർ രാജിവെക്കുന്നില്ല. അങ്ങനെ ഈ ജാഥയിൽ എങ്ങനെ പ്രസംഗിക്കാതെ അഴിമതികളുടെ കാര്യം വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ മധു ഉന്നയിക്കുമ്പോൾ ചന്ദ്രശേഖരിലേക്ക്, താങ്കൾ ഇതിൽ രാഷ്ട്രീയം കൂട്ടിക്കിഴക്കേണ്ട കാര്യമില്ല. നിയമപരമായി പഴകുളം മധു ഇത്തരം കാര്യങ്ങൾ, അദ്ദേഹവും അഭിഭാഷകനാണ്, താങ്കളും അഭിഭാഷകനാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നാം ടൈറ്റാനിയം കേസിനെ കുറിച്ച് ഏറ്റവും പുതുതായി സംസാരിക്കുന്നു. ബാർക്കോഴ, താങ്കൾ അതുമായും വളരെ ഡയറക്റ്റ് ആക്സസ് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി ലാവ്ലിൻ കേസിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കേസുകളെ അതിൻ്റെ കേസുകളുടെ മെരിറ്റിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ എവിടെയാണ് ഈ ഡിഫറൻഷിയേഷൻ വരുന്നത്? എന്തുകൊണ്ട് ബാർക്കോഴ കേസിൽ 2 മന്ത്രിമാർക്ക് 1 വർഷത്തിനകം രാജിവെക്കേണ്ടി വന്നു? ടൈറ്റാനിയം കേസിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളുടെ പ്രസക്തി, അതിനപ്പുറം പഴകുളം മധുവിൻ്റെ തന്നെ ആ അഭിപ്രായത്തിൽ ലാവ്ലിനെ കൂട്ടിച്ചേർത്താൽ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് നിയമപരമായി ഒന്ന് ചുരുക്കി ഏതു തരത്തിലായിരിക്കും? വളരെ വിചിത്രമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. ബാർക്കോഴ കേസ് എന്നത് വളരെ വേഗത്തിൽ അവരെ അന്വേഷണത്തിൽ എടുത്തു. എന്നാൽ അതിനേക്കാൾ വൻ തുക സർക്കാരിനും ജനങ്ങൾക്കും നഷ്ടമായതാണ് ടൈറ്റാനിയം കേസ്. 2013 കോടതിയിൽ വന്ന കേസിലെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിട്ട് ഇവർ ഇത്രയും നാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അതിൻ്റെ പ്രതിസ്ഥാനത്ത് എന്ന വസ്തുത കാരണം ആ കേസിനെ ഓരോരോ ന്യായം പറഞ്ഞ് അവർ നീട്ടിക്കൊണ്ടുപോയി. ഇവർ കോടതിയിൽ നിന്നും ശക്തമായ താക്കീത് കിട്ടാതെ ഒരു സ്റ്റെപ്പ് പോലും ഒരു കേസിലും എടുക്കാറില്ല. ഇതിൻ്റെ എല്ലാം അർത്ഥം അധികാരം ഉപയോഗിച്ച് വിജിലൻസിനെ കൺട്രോൾ ചെയ്യുകയാണ്. ഇത് രാഷ്ട്രീയമല്ല, ഇത് വസ്തുതയാണ്. 2013 തിരുവനന്തപുരത്ത് ഹനീഫയുടെ കോടതിയിലാണ് ജയൻ കേസ് കൊടുക്കുന്നത്. അന്ന് പറഞ്ഞു 2006 മുതൽ ഉള്ള വിജിലൻസ് അന്വേഷണം ഒച്ചിഴയുന്ന വേഗത്തിലാണ് പോകുന്നതെന്ന്. അതിനുശേഷം 2013 കഴിഞ്ഞിപ്പോൾ 2016 എത്തി നിൽക്കുന്നു. ഇപ്പോഴും അവിടെ വിജിലൻസിൽ കോടതി FIR ഇട്ട് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അതിന് മേൽ ഒരു നിയമ ഉപദേശം തേടാൻ ഇവിടുത്തെ വിജിലൻസ് ആരാണ്? ഇവർക്ക് ഇത്ര അഹങ്കാരമാണോ? കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും അതിന് പോലും അങ്ങനെയാണെങ്കിൽ പഴകുളം മധു പറയുന്ന ഈ ലാവ്ലിനെ ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ലാവ്ലിൻ്റെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ലാവ്ലിൻ കോടതിയിൽ കുറ്റപത്രം വന്നതിന് ശേഷം ആ കുറ്റപത്രം നിയമപരമായി നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഹർജി കൊടുത്ത് വാദിച്ചു കഴിഞ്ഞു. അത് കോടതി അംഗീകരിച്ചു. നിയമപരമായി നിലനിൽക്കില്ല. അത് കൊണ്ടുവരുന്നു, വാദഗതികൾ വരുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. ഇവിടെ കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഒരു FIR ഇടാനോ തെളിവ് ശേഖരണത്തിന്റെ പ്രിമാ ഫേസി പോലും നടക്കുന്നില്ല. അതായത് സുപ്രീം കോടതി വിധി പ്രകാരം ഏതെങ്കിലും വ്യക്തിക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്കെതിരെ FIR ഇട്ട് അന്വേഷിക്കണം. ഇവിടെ ആരോപണം എഴുതി കൊടുത്തിട്ട് കോടതി FIR ഇടാൻ ആവശ്യപ്പെട്ടിട്ടും വീണ്ടും അതിൻ്റെ നിയമവശങ്ങളും സങ്കീർണതകളും ഉണ്ടോ എന്ന് അന്വേഷിച്ച് പ്രതികൾ രക്ഷ തേടാനുള്ളതാണ് നടത്തുന്നത്. MS കുമാർ, ജോർജ് വട്ടുകുളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണ് ഇതിൻ്റെ അനാലിസിസ് വരുമ്പോൾ താങ്കൾ ഇതിലെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമുക്ക് ചില അഴിമതിയുടേതായ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആർജവത്തോടെ പറയുന്ന പ്രസ്ഥാനങ്ങൾ. ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ചില കോടതി പരാമർശങ്ങളുടെ പേരിൽ നടന്നിട്ടുള്ള രാജിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. ആ കോടതി വിധിയല്ല, കോടതി പരാമർശങ്ങൾ. അത് എന്തുകൊണ്ട് കോടതി പരാമർശങ്ങൾ പൊതുജനങ്ങൾ സ്വീകാര്യമാകുന്നു? മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത പോലെയാണ് പല കേസുകളിലും കോടതി കമൻറ്റുകൾ പറയുന്നത്. ഇത് കേരളത്തിലെ ഓരോ ജനവും അവരോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ് അതിന് ഒരു പിന്തുണ കിട്ടുന്നത്. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനങ്ങൾക്കത് സ്വീകാര്യമാകുന്നു. അതാണ് പരാമർശമെങ്കിൽ ശ്രീ ലാവ്ലിൻ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശവും അതും ശ്രദ്ധേയമാണ്. വിചാരണ കൂടാതെ എങ്ങനെ ഇത്ര വലിയൊരു കേസ് അവസാനിപ്പിച്ചു എന്നുള്ള കോടതിയുടെ പരാമർശവും അതും കോടതിയുടെ മറ്റത് നമ്മൾ അംഗീകരിക്കുമെങ്കിൽ ശ്രീ കെ ബാബുവിനും കെ മാണിക്കും എതിരെ വന്ന കോടതി പരാമർശങ്ങളെ നമ്മൾ സ്വീകരിക്കുമെങ്കിൽ ഇതും അത്തരത്തിൽ സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ടൈറ്റാനിയം കേസിൻ്റെ കാര്യം പറഞ്ഞു, വലിയ ഭീകരമായ അഴിമതിയാണ്. ഈ സർക്കാർ അന്വേഷിക്കുന്നില്ല എന്നോട് യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 കൊല്ലം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഇത് അന്വേഷിച്ചില്ലല്ലോ. എന്താ അതിന് അമാന്തം ഉണ്ടായത്? ആരാ തടഞ്ഞതവരെ? അന്ന് വിജിലൻസിനെ പിടിച്ചു നിർത്തിയത് ആരാ? അതും ചർച്ച ചെയ്യണ്ടേ? ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ടൈറ്റാനിയത്തിൻ്റെ ആ ഒരു കോടതിയുടേതായ ചില ഗതിവിഗതികളുണ്ട്. അവിടെ MS കുമാർ ഉയർത്തുന്ന ഇത്തരം സംശയങ്ങൾ അദ്ദേഹം ഒരു കമ്പാരിസന് വേണ്ടി അദ്ദേഹം ചോദിക്കുമ്പോൾ അതിൻ്റെ വസ്തുതകൾ ഏതു തരത്തിലായി? ന്യായമായ ചോദ്യമാണ്. എന്നാൽ നമുക്ക് മനസ്സിലാകേണ്ടത് അഴിമതി പണ്ട് നടത്തിയിരുന്നിരിക്കാം.
കെ രാമചന്ദ്രൻ മാസ്റ്ററിൻ്റെ വെളിപ്പെടുത്തലോടുകൂടിയാണ് മന്ത്രിതലത്തിൽ രാഷ്ട്രീയ തലത്തിൽ ഈ കേസിൽ ഇടപെടലുണ്ടായെന്നും തൻ്റെ മന്ത്രിസ്ഥാനം പോകാനുള്ള പ്രധാന കാരണം അന്ന് ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയും മറ്റും ഗൂഢാലോചന നടത്തിയതിൻ്റെ ഫലമാണെന്ന് അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എല്ലാ വിഷ്വൽ മീഡിയയിലും കാണിച്ചതാണ്. അത് ഒരു മുൻ ഒരു മുൻ മന്ത്രിയും AICC മെമ്പറുമായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിരുന്ന ആരോപണമാണത്. സാധാരണ ഒരാളല്ല പറയുന്നത്. അപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? ഇവിടെ ഒരു കോൺട്രാക്ടർ പത്രസമ്മേളനം നടത്തിയ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ബാർക്കോഴ വന്നു, ബാർക്കോഴയ്ക്ക് കേസെടുത്തു. ഇത് ഒരു മുൻ മന്ത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇവിടെ വിളിച്ചു പറഞ്ഞത്. തന്നെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റാനുള്ള പ്രധാന കാരണം ഇവരാണ്. ടൈറ്റാനിയം അഴിമതിക്ക് ഞാൻ കൂട്ടുനിന്നില്ല. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പിന്നാമ്പുറം. അത് പിന്നീടാണ് വരുന്നത്. ഈ ഒരുപക്ഷേ രാമചന്ദ്രൻ മാസ്റ്റർ അന്ന് റിസൈൻ ചെയ്യുന്ന അപ്പോൾ തന്നെ അത് പറഞ്ഞിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അതൊരു കേസിന് ആസ്പദമാകുമായിരുന്നു. പക്ഷേ അത് വരുന്നത് പിന്നീടുള്ള, അതുകൊണ്ടാണ് ജയന് 2013 ഹർജി കൊടുക്കേണ്ടി വരുന്നത്. അതായത് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ നമ്മുടെ ഈ ചർച്ച പോകുന്നത് കേസുകൾ ഉണ്ടാകുന്നു, അതിലേക്ക് കോടതി പരാമർശം വന്നതിന് ശേഷവും അതിനെ ഏതു തരത്തിൽ പൂഴ്ത്തിവെക്കാൻ ഇവിടുത്തെ വകുപ്പുകൾ ശ്രമിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും പ്രാധാന്യമിരിക്കുന്നത്. ബാറായാലും ടൈറ്റാനിയം ആയാലും. അതായത് കോടതി പരാമർശങ്ങൾ വരുമ്പോഴും എന്തുകൊണ്ട് കോടതിയുടെ പരാമർശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജിലൻസിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യം ഉയരുമ്പോൾ ജോർജ് വട്ടുകുളം കൺസ്യൂമർ ഫെഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ബാർ അവിടെ നിൽക്കട്ടെ, അതിനുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ മാസം ഏറ്റവും പ്രസക്തമാകുന്ന ഒരു ചോദ്യം വിജിലൻസ് കോടതി, തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ വരുന്നുണ്ട് കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട്. ഒന്ന് ചുരുക്കി, എന്താണ് ആ കേസിന്റെ ഏറ്റവും മെറിറ്റ്സ്? തീർച്ചയായിട്ടും ഈ വരുന്ന 30-ാം തീയതി തൃശ്ശൂർ വിജിലൻസ് കോടതി, ഞാനത് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഒരു ഫയൽ ചെയ്ത കേസാണ് കൺസ്യൂമർ ഫെഡ് അഴിമതി. ഈ കൺസ്യൂമർ ഫെഡ് അഴിമതി എന്ന് പറയുമ്പോൾ ഇത് ജോയ് തോമസ് കൺസ്യൂമർ ഫെഡിന്റെ പ്രസിഡന്റ് 1-ാം പ്രതിയായും മുതൽ 8 പേർ പ്രതികളായും CM ബാലകൃഷ്ണൻ 8-ാം പ്രതിയായും അത് ഒരു കേസാണ് നമ്മൾ വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഫയൽ ചെയ്തിട്ടുള്ള കേസിൽ ഒരു 800ഓളം പേജ് വരുന്ന ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്, വ്യാജ ബില്ലുകൾ. ഇതെല്ലാം ഇത് 2 പ്രാവശ്യമായി. ആദ്യം ഞാൻ ഈ കേസ് ഫയൽ ചെയ്തപ്പോൾ ഒരുപാട് ഡോക്യുമെന്റ് കൊടുത്തു. അതുപോലെ തന്നെ അത് ഇപ്പൊ രണ്ടാമത് ആ കേസ് പിന്നെ വീണ്ടും ആ കേസും ഇതേ വിജിലൻസ് പോലീസിനോട് അന്വേഷിക്കാൻ കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടിട്ട് ആ കോടതി മുമ്പാകെ അവർ അന്ന് പറഞ്ഞത് 2003 വരെ കൺസ്യൂമർ ഫെഡിനെ കുറിച്ച് 2003 ജനുവരിയിൽ അന്വേഷിച്ച് അവിടെ നിർത്തി. അവിടെ ഒരു 3 FIR ഇട്ടു. അതുപോലെ തന്നെ ഇത് FIR ഇട്ടതൊക്കെ ചെറിയ ചെറിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ FIR ഇടുന്നത്. അഴിമതി നടത്തിയ ജോയ് തോമസിനെയോ അല്ലെങ്കിൽ റെജി ജി നായരോ ഇവരെ ഒന്നും ഉൾപ്പെടാതെ, MD ഒന്നും ഉൾപ്പെടുത്താതെ മറ്റ് ചെറുകിട സെയിൽസ്മാൻമാര് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ചെറിയ ചെറിയ ഉദ്യോഗസ്ഥന്മാര്, അത്തരത്തിലുള്ള ചെറിയ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ഒരു നന്മ. ജോർജ് വട്ടുകുളം എത്ര കോടി രൂപയുടെ അഴിമതി എന്നാണ് ഈ കേസിലുള്ള ആരോപണം? 100 കോടിയിൽ പരം എന്നാണ് ഞാൻ കൊടുത്ത കംപ്ലൈന്റിലുള്ളത്. പക്ഷേ ഞാൻ ഇപ്പൊ രണ്ടാമത് അതിന്റെ രേഖകളൊക്കെ കുറെ കിട്ടിയപ്പോൾ അത് 400 കോടിയോളം രൂപയുടെ അഴിമതി വരുന്നതായിട്ട്. ആ 400 കോടി രൂപയുടെ അഴിമതിയിൽ കേന്ദ്ര ബിന്ദുവായി ഇപ്പോൾ ചെറുകിട മീനുകൾ അവിടേക്ക് വരുന്നു, എടുത്ത് എറിയപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ഇതിന്റെ കേന്ദ്ര ബിന്ദുവായി ആരോപണം ആരുടെ നേർക്കാണ് ജോർജ് വട്ടുകുളം? തീർച്ചയായിട്ടും ഇത് മുൻ കൺസ്യൂമർ ഫെഡിന്റെ മുൻ പ്രസിഡന്റ് ജോയ് തോമസും തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ മന്ത്രി CN ബാലകൃഷ്ണനും ഇതിനകത്ത് തീർച്ചയായിട്ടും പ്രതിയായിട്ട് വരുന്നുണ്ട്. അതായത് നിലവിൽ CN ബാലകൃഷ്ണന് താങ്കൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ 400 കോടിയുടെ അഴിമതിയിൽ നിന്ന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അതാണോ ഈ തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ കേസ് മുന്നോട്ട് വെക്കുന്ന കൃത്യമായ ഹൈലൈറ്റ് ആയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഈ CM ബാലകൃഷ്ണനും അതുപോലെ തന്നെ ജോയ് തോമസും അതുപോലെ തന്നെ റെജി ജി നായരും അതുപോലെ തന്നെ മറ്റ് മുതൽ 8 പേരും ടോട്ടൽ 8 പേരടങ്ങ് അവർക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട്. മാത്രമല്ല മറ്റു കുറെ പേര് കൂടി വരാനുണ്ട്. അത് അന്വേഷണത്തിനുമായിട്ട് വരേണ്ടതാണ്. താങ്കൾ തുടരുക ജോർജ് വട്ടുകുളം. P. രാജനിലേക്ക്. ശ്രീ P. രാജൻ, ഇത്തരത്തിലാണ് ജോർജ് വട്ടുകുളം പറയുന്നു 400 കോടി രൂപയുടെ കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ CN ബാലകൃഷ്ണന്റെ പങ്ക് അത് പുറത്തു വരാൻ സമ്മതിക്കുന്നില്ല.
അതിനപ്പുറത്തേക്ക് ചെറിയ ചെറിയ പേരുകളെ കൊണ്ടുവന്ന് ഉൾപ്പെടുത്തുന്നു. ബാർക്കോഴയിൽ ടൈറ്റാനിയം അഴിമതിയായാലും മറ്റു സർക്കാരുകളെ കൂട്ടിച്ചേർക്കുന്നതിന് പകരം ഇന്ന് നിലനിൽക്കുന്ന കോടതി, അതാണ് ഈ ചർച്ചയുടെ ഹൈലൈറ്റ്. വകുപ്പുകളും രാഷ്ട്രീയവും എന്ത് ചെയ്യുന്നതിനപ്പുറത്തേക്ക് കോടതി പരാമർശം കൃത്യമായി ചോദ്യമായി ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്തു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞങ്ങളുടെ സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടായിട്ടും അതെന്തുകൊണ്ട് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല പി രാജൻ? ഇപ്പോൾ ജോർജ് വട്ടുകുളവും അതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ് പ്രശ്നം. അന്വേഷണ ഏജൻസി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് പറഞ്ഞത്. അതായത് ഞാൻ അത് അംഗീകരിക്കുന്ന ആളാണ്. ഏത് നമ്മുടെ ടൈറ്റാനിയം കേസ് വളരെ പ്രധാനപ്പെട്ട കേസാണ്. ആ ടൈറ്റാനിയം കേസ് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. എനിക്ക് യാതൊരു തർക്കമുള്ള കാര്യമില്ല. പക്ഷേ നമ്മൾ മൊത്തം ഇന്ത്യയിലത്തെ രാഷ്ട്രീയ സ്ഥിതി നോക്കുമ്പോൾ പരസ്പരം ആരോപണം എന്നല്ലാതെ ശരിയായ ഒരു അന്വേഷണ സംവിധാനം ആകെ ഉണ്ടായിരുന്നത് കർണാടകയിലാണ്. അപ്പോൾ അവിടെ ലോകായുക്ത തന്നെ അഴിമതിയിൽപ്പെട്ട് കിടക്കുകയാണ്. അത് വേറെ കാര്യം. അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ളത് കൊണ്ടാണ് സ്ഥിരം സംവിധാനം വേണമെന്ന് പറയുന്നത്. അന്വേഷണം ഒന്നുമില്ലെങ്കിൽ അവനവൻ്റെ ആവശ്യം വരുമ്പോൾ കൂട്ടിലിട്ട തത്തയെന്ന് പറയും, അല്ലെങ്കിൽ തത്തയല്ല പ്രാവാണെന്ന് പറയും. ഈ രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ നടക്കുന്നത്. നിയമസഭയിൽ പോലും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ട് അന്വേഷണം പകുതിക്ക് വെച്ച് നിർത്തുകയും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കാത്തത് കൃത്യമായ ഒരു സംവിധാനം നമുക്കുണ്ടാകണം. ഒരു പെർമനന്റ് സ്റ്റാറ്റസ് കോ അഴിമതിയുടെ കാര്യത്തിൽ വ്യക്തമാണ് ശ്രീ പി രാജൻ. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പഴകുളം മധു അത്തരം ആവശ്യങ്ങൾ നിലനിൽക്കുമ്പോഴും രാഷ്ട്രീയപരമായി ചില നിലപാടുകൾ വരുമ്പോഴാണ് ആവർത്തിച്ച് ഇപ്പോൾ ജോർജ് വട്ടുകുളം പറയുന്നു 400 കോടി CN ബാലകൃഷ്ണന്റെ പേരെടുത്ത് പറയുകയാണ്. അദ്ദേഹത്തെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ച് കട്ടുമുടിക്കുക എന്നാണ് ജോർജ് വട്ടുകുളം പറയുന്നത്. അത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതിൽ കൂടുതലായിട്ട് CN ബാലകൃഷ്ണൻ എങ്ങനെയാണ് കൺസ്യൂമർ ഫെഡിൽ നടന്ന അഴിമതിയായിട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് വകുപ്പിൻ്റെ, സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരായ വ്യക്തിപരമായി ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. ഇപ്പം നിലവിൽ 2 അന്വേഷണം നടക്കുന്നുണ്ട്. ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണവും മറ്റൊന്ന് വിജിലൻസ് അന്വേഷണവും. ഈ 2 അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ പബ്ലിസിറ്റി ക്രൈസ് ആയിരിക്കും അതിൻ്റെ പിന്നിൽ. ഒരു മന്ത്രിക്കെതിരെ ഒരു ആരോപണം കേൾക്കാൻ ആളുണ്ടല്ലോ. അതായത് ഇപ്പം തന്നെ ഒറ്റപ്പെടുത്തി തീർക്കാം. രണ്ട് കാര്യം ചുരുക്കി പറയാം. ഒന്ന്, കോടതി ഏത് അന്വേഷണ കേസ് വരുന്നത് നല്ലതാണ്, എത്ര കോടതി വന്നാലും നല്ലതാണ്. ഇപ്പോൾ ബാർ കേസ് തന്നെ കോടതി എടുത്ത വിജിലൻസ് പറഞ്ഞത് ഇത് ലോകായുക്ത ഈ ഫയലെല്ലാം കൂടെ ചോദിച്ചു ഞങ്ങൾ അങ്ങനെ കൊടുത്തുപോയി, അതുകൊണ്ട് 1 മാസം തരണമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരും വേണ്ടില്ല. ലോകായുക്ത ചോദിച്ചു കൊടുത്തിരിക്കുന്നു, അവിടെയാണ് ഫയല്. ചന്ദ്രശേഖരൻ, ഈ സ്പീഡപ്പ്, ഒറ്റ മിനിറ്റ്, ഒരു 30 സെക്കൻഡ്സ്, ഈ സ്പീഡപ്പ് പഴകുളം മധുവൊക്കെ വാദിക്കുന്നത് പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഡിലേയിങ് കൃത്യമായി നടക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന ഒരു കേസും വിജിലൻസ് അന്വേഷിക്കില്ല. അവർ എന്തെങ്കിലും ന്യായം കണ്ടെത്തും, അതിനെ ഇവർ ന്യായീകരിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. MS കുമാർ, ആ ന്യായീകരണങ്ങൾക്കപ്പുറത്തേക്ക് അഴിമതിരഹിത കേരളം ഒരുപക്ഷെ പി രാജൻ മുന്നോട്ട് വെച്ച വളരെ ശക്തമായ ഒരു ആവശ്യവുമുണ്ട്. അതിലേക്ക് നമുക്ക് പോകാൻ എത്രമാത്രം സാധ്യമാണ്, പോകേണ്ട ആവശ്യകത എത്രമാത്രം? ഈ മുന്നണി രാഷ്ട്രീയത്തിൽ കെട്ടുപിടഞ്ഞ് കിടക്കുന്നിടത്തോളം കാലം പറ്റില്ല. ശ്രീ പി രാജൻ സൂചിപ്പിച്ചല്ലോ നേരത്തെ ഒരു കാര്യം. ഇപ്പോൾ അദ്ദേഹം പേര് പറഞ്ഞില്ലെങ്കിലും ഒരാളിലേക്ക് ഇടതുപക്ഷ മുന്നണി കണ്ണു വച്ചിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കൊടുത്ത കേസിൽ ഇപ്പോൾ ഒരു തണുപ്പൻ നയം സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് പ്രശ്നം. 2 മുന്നണികളിലും അഴിമതിക്കാരുണ്ടെന്ന് 2 മുന്നണി നയിക്കുന്നവർക്കും അറിയാം. പക്ഷേ അവരെ സംരക്ഷിക്കേണ്ടതും അവരെ നിലനിർത്തേണ്ടതും അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് അഴിമതിക്കെതിരെ കണ്ണടയ്ക്കുന്നു. അത് ആ കണ്ണടപ്പിനപ്പുറത്തേക്ക്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പി രാജൻ ആവശ്യപ്പെടുന്നത് പോലെ ഒരു സ്റ്റാറ്റസ് കോ, ഒരു ഫൈനൽ സ്റ്റാറ്റസ് കോ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി നമുക്ക് അത്യാവശ്യം, കേരളത്തിന് തീർച്ചയായിട്ടും അത് ഉണ്ടാകേണ്ട. ആരോപണങ്ങൾ, ഈ ചർച്ചകൾ വരുമ്പോൾ അത് അഴിമതിരഹിതമായ കേരളമാണെങ്കിൽ ബാർക്കോഴയും ടൈറ്റാനിയവും കൺസ്യൂമർ ഫെഡ് അടക്കം അഴിമതി അടക്കമുള്ളവ ആരോപണങ്ങളായി വരികയും സംരക്ഷണം തീർക്കുന്നു എന്നുള്ള ആരോപണവും ഇല്ലാതാക്കാൻ കൃത്യമായി നാം ചർച്ച ചെയ്യേണ്ടി വരികയും നടപ്പാക്കേണ്ടിയും വരുന്നത് പി രാജൻ മുന്നോട്ട് വയ്ക്കുന്നു. ഒരു ഫൈനലായി അഴിമതിരഹിത അന്വേഷണ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലിനപ്പുറമുള്ള ഒരു സംവിധാനം കേരളത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അഴിമതി ഇല്ലാതാക്കാൻ അത്തരം സംവിധാനമാണ് ആവശ്യമെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറം ആ സംവിധാനത്തിന് വേണ്ടി വാദിക്കുകയായിരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആർജവത്തോടെ ചെയ്യേണ്ടതും. ആ പ്രതീക്ഷയോടെ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.